ഹായ് ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോയി തുടങ്ങി കേട്ടോ. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ റോഡേ മനസ്സിലാകുന്നില്ല. നമ്മുടെ ഈ ഹൈവേയുടെ റോഡ് പണി നടക്കുന്നുണ്ട്. നാടിൻ്റെ വളർച്ച എല്ലാം നല്ല, പക്ഷേ പഴയ റോഡൊന്നും ഇല്ല കേട്ടോ. ഇത് പഴയ റോഡാണ് ഇപ്പോൾ ഓടിക്കുന്നത്. പണി നടക്കുന്നുണ്ട്. ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ, അത് യൂ ടേൺ എവിടെ ഒന്നും മനസ്സിലാകുന്നില്ല. അതിനിടയ്ക്ക് പട്ടി വന്നു. വേണ്ട, സർവീസ് റോഡൊക്കെ എവിടേക്കോ കിടക്കും. അത് കുഴപ്പമില്ല, പണി നടക്കുന്നതിന് വരെയുള്ള പ്രശ്നങ്ങൾ കാണുമല്ലോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് എടുക്കുന്ന, എവിടെ സത്യമായിട്ട് മറന്നുപോയി. ഇവിടെ കണ്ടോ ലെഫ്റ്റ് വരുമായിരുന്നു. അവിടുന്ന് ലെഫ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. ഓ, ഇതാരാണ്ട്. അയ്യോ, ഇതല്ല. ഏതോ ഓഫീസിലോട്ട് അടുത്ത ലെഫ്റ്റ്. ഇത് തന്നെ പ്രശ്നം. വഴിയെല്ലാം പഴയ വഴിയല്ലല്ലോ. ഓ, പിന്നെ എൻ്റെ സൗണ്ട് നോക്കണ്ട, ഞാൻ സൗണ്ട് എൻഡിങ്ങിനല്ല. പിന്നെ ഇന്നലെ ഇപ്പം നമുക്ക് തണുപ്പാണല്ലോ, നല്ല തണുപ്പത്ത് തന്നെ ഞാൻ ഇന്നലെ രാത്രിയില്ല ഒരു തണുത്തോളം കുടിച്ചായിരുന്നു. അപ്പം അത് ചെറുതായിട്ടൊരു പണിയാണ്. തണുപ്പത്താണോടാ തണുത്തോളം കുടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ മാറും. പിന്നെ അറിയാലോ, നാട്ടിലെ ഇലക്ഷൻ ടൈമൊക്കെയാണ്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓട്ടോയൊക്കെ നടു റോഡിൽ കൊണ്ടായിരുന്നു. നാട്ടിൽ വന്ന് വണ്ടി ഓടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പ്രത്യേക വൈബാട്ടോ. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, അവിടെയൊക്കെ മീൻസ് ഞാൻ നേരത്തെ ബാംഗ്ലൂരായിരുന്നു. ഇപ്പം അവിടെ ആയിരുന്നു ഒരു 15-16 വർഷം. വീടും ഫാമിലിയെല്ലാം സെറ്റിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പം ബാംഗ്ലൂരിലെല്ലാം മിസ് ചെയ്യുന്നുണ്ടില്ലെന്നല്ല, മിസ് ചെയ്യുമല്ലോ. ജീവിതത്തിൽ പിന്നെ എപ്പോഴും എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു മാറ്റം വരുമല്ലോ. ആ മാറ്റങ്ങൾ നമ്മൾ ശീലമാക്കി ജീവിക്കണമല്ലോ. മറ്റേ ഏതൊരു പടത്തിൽ, ഏതോ സിനിമ പറയുന്നത്, എല്ലാം എപ്പോഴും എല്ലാം ഒരുപോലെ ആകത്തില്ലല്ലോ എന്ന് പറയത്തില്ല, സത്യം. ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വഴി കൂടെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകും. നമ്മളോ അതിനോടൊപ്പം പോകും. അതിപ്പം കല്ലും മണ്ണും നിറഞ്ഞ റോഡായാലും വളവും തിരിവുള്ള റോഡായാലും നമ്മളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷിച്ച് ചെയ്യുമ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ അങ്ങനെണ്ട. ഇതുപോലെ പല ഘട്ടങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ലൈഫിൽ വരും. അത് എങ്ങനെ വരും, ഏത് രീതി വരും അറിയത്തില്ല. അതെല്ലാം എന്താ പറയുക, തരണം ചെയ്ത് ഓക്കെ നമ്മൾ പോകണം. പിന്നെന്തോ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറയാം, കുറച്ച് നാളായിട്ട് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉറക്കത്തിൻ്റെയൊക്കെ ടൈമൊക്കെ മാറിപ്പോയി. എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പറയാം. ഉറങ്ങാതിരുന്ന അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന് അറിയത്തില്ല. സഡനായിട്ട് ഈ ചേട്ടൻ ഇരിക്കുമോ? ഓ, മാറിയേട്ടാ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. മാറ്ററിലേക്ക് വരാം. മാറ്റർ ആയിട്ടുണ്ടോ? അത് എന്തോ, അതായത് നമുക്ക് ഇങ്ങനെ പറയുന്നിപ്പം എവിടെ തുടങ്ങണം?
ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോയെന്ന് വെച്ചു. പോയി കഴിഞ്ഞതിന് ശേഷം അതുപോലുള്ള ഒരാളെയോ അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയൊരു സെയിം ഒക്കെ പോട്ടെ, അതുപോലുള്ള ഒരാളെ നമ്മൾ പിന്നെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റക്കാകത്തില്ലേ പെട്ടെന്ന്. അതിപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ എതിരെ ഒരു പോവാം, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഓക്കെ, ഇതങ്ങനല്ല. നമ്മൾ പിന്നെയും കാണാൻ പറ്റുന്നു എന്ന്, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നു എന്ന് അത് തോന്നത്തില്ല. അങ്ങനെ അങ്ങ് ഇരുന്ന് പോയതാണ്. ഒന്നും പറയണ്ട. പക്ഷെ അതൊരു രസമായിരുന്നു കേട്ടോ. ആദ്യം ഇരുന്ന് നോക്കി, പണി കിട്ടി. പിന്നെയൊക്കെ ഉറക്കം 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആക്കി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ. അതെല്ലാം പോട്ടെ, കുഴപ്പമില്ല, ഇനി ഒന്ന് ഉറങ്ങണം. ഈ കാറുകാരനും ആ ലോറിക്കാരനും എൻ്റെ കഥ കേട്ടുകൊണ്ട് പോവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് കയറ്റി വിടാനും സമ്മതിക്കത്തില്ല. അയ്യോ ചേച്ചി കാത്തോണേ, പോട്ടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. തൽക്കാലം പറയുന്നില്ല, പറയാം. ടൈമൊക്കെ പറയട്ടെ അല്ലേ, ടൈമൊക്കെ ഉണ്ടല്ലോ. നാട്ടിൽ റോഡൊക്കെ അങ്ങ് മാറിപ്പോയി കേട്ടോ. എന്നാലും പഴയതുപോലെ ഉള്ള പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. ചിലയിടങ്ങളിൽ കാണും, ചിലയിടങ്ങളിൽ കാണത്തില്ല. ഇപ്പം പോകുന്നിടത്ത് കുഴപ്പമില്ല. അത് എന്താ പറയുന്നത്, ഇപ്പം ഓടിക്കുന്ന റോഡ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത നമ്പർ പ്ലേറ്റൊക്കെ ഇല്ല തോന്നുന്നു. അത് ബാറ്ററി വേണ്ടി. ചേട്ടോ കേട്ടില്ല. ഇതാരാ ബസ് കാത്തിരിക്കുന്ന അമ്മച്ചി? മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്തോ സംഭവം? ആരാ? മറിക്ക്. അപ്പക്കാരൻ വന്ന്. അയ്യോ, എൻ്റെ അപ്പച്ചേട്ടാ ഇങ്ങനെ ഓടിക്കല്ലേ. ഒരു വളവ്, 2 വളവ്, 3 വളവ്, വളവ് കേട്ടോ. അടുത്ത വളവ്. ടേണിങ്ങിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് പെയ്യെ ഓടിക്കണം കേട്ടോ. എന്താണ് വലത്തോട്ടെടുത്ത് ഇടത്തോട്ടെടുത്ത് സ്ട്രൈറ്റ് പോകണം. അങ്ങനെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. വലത്തോട്ടെടുത്ത് ഇടത്തോട്ടെടുത്ത്, അത് മറക്കല്ലേ. പിന്നെ ചുമ്മാ പോകട്ടെ. അതായത് വേറെ നമുക്ക് എന്താ പറയുന്നത്, ഡെസിഗ്നേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഓടിക്കുക കേട്ടോ. നമുക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീലിങ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തിനോടാണോ ക്രേസ് ഉള്ളത് അത് ചെയ്താൽ മതി. പകുതി ടെൻഷൻ കുറഞ്ഞിട്ടും. അതായത് നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക. ആ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ടെൻഷനും ബി പി ഒക്കെ കൂടത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തെങ്കിലും വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ പറയാം. ഇപ്പോൾ എൻ്റെക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം എന്തുവാ, എൻ്റെ ഹോബി എന്തുവാ, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്ത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. നമ്മളപ്പോൾ തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം മറന്നു പോകും. കാര്യം മൊത്തത്തിലല്ല, എന്നാലും ആ ഒരു ടൈമിൽ ഓക്കെ ഫൈൻ. അല്ലാതെ ചിലരുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ ഉടനെ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ എന്നല്ലേ. അതൊക്കെ പോട്ടെ.
ഇപ്പം ഇതാന്ന് അയ്യോ ഇതെവിടെ നിന്നു വളവല്ലേ വളയുടെ പിന്നെന്തോ പറയാൻ വന്നത് പിന്നെ അങ്ങനെ പോന്ന് പിന്നെന്തോ എന്തോ പറയാൻ വന്ന മറന്നുപോയി. ഇവിടെ റോഡിലൊക്കെ മണ്ണൊക്കെ നിർത്തിയിട്ട് നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പം അതിൻ്റെയായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്. മൂക്കടഞ്ഞ് പനി പിടിച്ചെന്നല്ല, തണുത്തോളം കുടിച്ചതുകൊണ്ട്. കൊള്ളല്ല. കാറുണ്ടോ മത്സരം. ചേട്ടാ കുറച്ച് ആയിട്ട് തന്നെ പാവ ജീവിച്ച് പോയിക്കട്ടെ. അയ്യോ ബ്രേക്ക് പട്ടോടെ. അങ്ങനെയാണ് അപ്പം അല്ലേ. പിന്നെ എന്താ പറയുക, അതെ ഈ വളവ് ഇത് എവിടെ നോക്കിയാൽ ഈ വളവ് കേട്ടോ. ഇത് പുതിയ കടയൊക്കെ വന്നല്ലോ കേസ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു സിറ്റി അല്ല, സിറ്റിക്ക് അകത്തോട് ഓടിക്കുന്ന കേട്ടോ. നമുക്ക് പോവാം, ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾ വേറൊരു സ്ഥലം കാണിച്ചു തരാം, ഇപ്പോഴല്ല പിന്നീട്. ഇതിപ്പം നമ്മുടെ ഏരിയയിൽ തന്നെ, നമ്മുടെ അകത്തോട്ടുള്ള പ്രദേശങ്ങൾ. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി. നമ്മളപ്പം തിരിച്ച് മുമ്പേ പോയ റോഡ് തന്നെ കേട്ടോ. ആ റോഡ് തന്നെ പിന്നെയും തിരിച്ചു പോവാം. അപ്പം ഇത് ചെറിയൊരു ഒരു വ്ളോഗ് ഇട്ടതാണ് കേട്ടോ. അപ്പം ഇതുപോലൊരു വേറൊരു വ്ളോഗ് നമുക്ക് കാണാം കേട്ടോ. ഉടനെ കാണാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്ന് വേണ്ട, അടുത്ത വ്ളോഗ് എന്ന് പറയാം അല്ലേ. അടുത്ത വ്ളോഗ് വരുന്നതായിരിക്കും ഉടനെ കേട്ടോ. ഈ പാവം ചേട്ടൻ തള്ളിക്കൊണ്ട് വന്നു. സൈക്കിളായതുകൊണ്ട് കുഴപ്പമില്ല, ബൈക്കായിരുന്നു സഹായിക്കായിരുന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പോയി വരാം സുഹൃത്തുക്കളെ കേട്ടോ. കാണണം കേട്ടോ.